ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ബിരിയാണി മന്തി പോലുള്ള ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ അതിന് മുകളിലൊരു സുലൈമാനി പതിവുള്ളവർക്ക് അടിപൊളി ടേസ്റ്റിൽ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൊഹബത്തിൻ്റെ സുലൈമാനി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സുലൈമാനി ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊഹബത്തിൻ്റെ സുലൈമാനി ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണേ. ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് സുലൈമാനിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ചായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ചായ നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് ചായ ഇടാനുള്ള ഗ്ലാസ് റെഡിയാക്കാം. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഓരോ ഗ്ലാസ്സിലേക്കും ഇതുപോലെ ചെറിയൊരു പീസ് ജാതിപത്രി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഗ്രാമ്പു 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോ ഏലക്ക ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സുലൈമാനിക്ക് മെയിനായിട്ട് ഫ്ലേവർ കൊടുക്കുന്നത് പുതിനയിലയാണ്. അപ്പോൾ 3-4 ഇല ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഓരോ ടീസ്പൂൺ പഞ്ചസാര നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള ചായ ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ്സിലേക്കും നിറയെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഈ പട്ട ഗ്രാമ്പു ഏലക്ക ഒന്നും തിളപ്പിച്ചെടുക്കരുത്. ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ മിക്സാക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ചായയിലേക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കൂടുതൽ ഫ്ലേവർ ആയിട്ട് വരും. അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളുടെ വീട്ടിലുള്ള സുലൈമാനി ലവേഴ്സിന് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ചായയാണ്. നല്ല ഹെവി ഫുഡ് കഴിച്ചാലും അല്ലെങ്കിൽ ഒരു തലവേദന എടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സുലൈമാനിയാണ്. അപ്പോൾ ഈ മൊഹബത്തിൻ്റെ സുലൈമാനിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.